ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. ത ഏകധാതു മുനയ പ്രാതരഹുതഹുതാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാത്. ത ഏകധാതു മുനയഃ. ഏകത ഒരിക്കൽ, ത മുനയഃ, ത എന്നാൽ തേ എന്നുള്ള അർത്ഥത്തിൽ അവര്, ആ മുനികൾ, മഹർഷിമാര്, ആ മുനികള് പ്രാതർഹുതഹുതാഗ്നയ. പ്രാത എന്ന് പറഞ്ഞാൽ രാവിലെ, ഹുതഹുതാഗ്നയ ഹോമിക്കപ്പെട്ട, ഹുതാഗ്നയ ഹോമാഗ്നികളോട് കൂടിയ, സത്കൃതം സൂതമാസീനം, സത്കൃതം സൽക്കരിക്കപ്പെട്ടവരുമായ, സൂതം ആസീനം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സൂതമാസീനം. സൂതം സൂതനോട്, ആസീനം എന്ന് പറഞ്ഞാൽ അവിടെ സുഖമായി ഇരിക്കുന്നവനും, പപ്രച്ഛുരിതമാദരാത്, പപ്രച്ഛുഹു ഇതം ആദരാത്, ആദരാത്, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് പപ്രച്ഛുരിതമാദരാത്. പപ്രച്ഛു എന്ന് പറഞ്ഞാൽ ചോദിച്ചു, ഇതം ഇതിനെ, ആദരാത് ആദരവോടുകൂടി ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ഈ മഹർഷിമാരൊക്കെ പ്രാതഃകാലത്ത് സ്നാനാദി നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് നിത്യാഗ്നിഹോത്രവും ചെയ്ത ശേഷം സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആ സൂതൻ്റെ സമീപത്ത് ചെന്ന് വേണ്ട വിധത്തിലൊക്കെ സൽക്കരിച്ച ശേഷം ആദരവോടുകൂടി ഇങ്ങനെ ചോദിച്ചു. ആ ചോദിച്ചാൽ നമുക്ക് അടുത്ത ശ്ലോകം മുതൽക്ക് കാണാം. നമുക്കിനി ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത ഏകധാതു മുനയ പ്രാതർഹുതഹുതാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാത്. ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുനയ, ഹുതാഗ്നയ, അവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സൂതമാസീനം, സൂതം ആസീനമാണ്, മായയുടെ ആകാരം ശ്രദ്ധിക്കുക. പപ്രച്ഛുരിതമാദരാത്, പപ്രച്ഛു ഇതം ആദരാത്, രായുടെ ഇകാരം, മായയുടെ അകാരം നീട്ടിയെടുക്കണം. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ആറാമത്തെ ശ്ലോകം: ഋഷയ ഊചുഹും ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം. ഋഷയ ഊചുഹു, ഋഷിമാര് പറഞ്ഞു, വന്ന് ചോദിക്കാൻ തുടങ്ങി. എന്താ? ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ. ത്വയാ അങ്ങയാൽ, ഖലു പുരാണാനി പുരാണങ്ങളും, സേതിഹാസാനി സ ഇതിഹാസാനിയാണ്, സേതിഹാസാനി ഇതിഹാസങ്ങളോട് കൂടിയ പുരാണങ്ങളും, ചാനഘ ച അനഘ ആണ്, ചാനഘ സേതിഹാസാനി ച പുരാണാനി സേതിഹാസാനി ച ഇതിഹാസങ്ങളോട് കൂടിയ പുരാണങ്ങളും, അനഘ എന്ന് പറഞ്ഞാൽ അനഘ അഖങ്ങളൊന്നും ഇല്ലാത്തവനെ, പാപങ്ങൾ ഇല്ലാത്ത, അഖം എന്നാൽ പാപം, അതായത് ഒരു മോശമായ രീതിയിലൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലാത്തവനെ, പാപങ്ങളില്ലാത്തവനെ അനഘ. ആഖ്യാതാന്യപ്യധീതാനി, ആഖ്യാതാനി അപി അധീതാനി, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ആഖ്യാതാന്യപ്യധീതാനി. ആഖ്യാതാനി എന്ന് പറഞ്ഞാൽ
ആഖ്യ പറയുക, പറയപ്പെട്ടതും പറയപ്പെടുകയും ചെയ്തു. അപി എന്ന് പറഞ്ഞാൽ എന്ന് തന്നെയല്ല, അധീതാനി പഠിക്കപ്പെട്ടു, അങ്ങ് പഠിക്കുകയും ചെയ്തു, ഇതൊക്കെ പറയപ്പെടുകയും ചെയ്തു അങ്ങയാൽ. അപ്പോൾ ഇവിടെ ഈ സൂതൻ്റെ ഗുണമാണ്, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് ഇവിടെ മഹർഷിമാർ നമുക്കായിട്ട് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്ലോകം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ മഹർഷിമാർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ മഹർഷിമാർ വന്ന് സൂതനോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ സൂതന് ധർമ്മശാസ്ത്രാദികളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തം. നമ്മൾ ഈ ഒരു ശ്ലോകം മുതൽക്കുള്ള 3 ശ്ലോകങ്ങൾ, അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി സൂതന് ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3 ശ്ലോകങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ സൂതൻ വെറും ഭഗവാന്റെ കഥ വെറുതെ പറയുകയല്ല, ധർമ്മവും ശാസ്ത്രവും ഒക്കെ നന്നായി അറിഞ്ഞുകൊണ്ട് പറയുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ആ പരിശുദ്ധമായ അന്തരംഗത്തോടു കൂടിയ, അതുകൊണ്ടാണ് അനഘ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അല്ലയോ സൂത, ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം അങ്ങ് നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് മാത്രമല്ല, ഇത് പഠിച്ച കാര്യം അങ്ങ് മറ്റുള്ളവർക്കായി ഇപ്പോൾ അത് വേണ്ട വിധത്തിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. അങ്ങ് അതും ചെയ്യുന്നുണ്ടല്ലോ അല്ലയോ സൂത. നമ്മൾ നേടുന്ന അറിവുകൾ അത് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് നേടിയ അറിവിന് മഹത്വം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ആ അറിവ് നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളോടൊപ്പം മണ്ണടിഞ്ഞു പോകും. അത് എപ്പോൾ നമ്മളത് പകർന്നു കൊടുക്കുന്നുവോ അത് അടുത്ത ചിലരിലൂടെ ആ അറിവ് അവർ വീണ്ടും അത് മനനം ചെയ്യുന്നു, അവർ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു, അവരിലൂടെ അടുത്ത കുറേ പേരിലേക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോൾ ആ അറിവ് മഹത്തരമായി മാറുന്നു. അപ്പോൾ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നു, എൻ്റെ ഗുരുവിന് മറ്റൊരു ഗുരു പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് പരമ്പരകളായിട്ട് എവിടെയൊക്കെയോ നിന്ന് ഉത്ഭവിച്ച് അത് നേടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ സന്നദ്ധരാകുമ്പോൾ ആ അറിവ് മഹത്വമുള്ളതാകുന്നു, അത് ശാശ്വതമായി നിലനിൽക്കുന്നതാകുന്നു. എല്ലാ കാലത്തും ഈ പരമ്പര ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു തലമുറയിലെ ഒരാളെങ്കിലും ഈ ഒരു അറിവ് പഠിച്ചും പകർന്നു കൊടുത്തും ജീവിക്കുന്നതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ അറിവിന് നാശമില്ലാതെ അതെന്നും നിലനിൽക്കും. പകർന്നു തരുന്ന വ്യക്തികൾ ഒരുപക്ഷെ കാലയവനികയ്ക്കുള്ളിൽ പോയി മറിഞ്ഞേക്കാം, പക്ഷെ അപ്പോഴും അവരുടെ വാക്കുകൾ, അവർ പകർന്നു തന്ന അറിവുകൾ, സത്യങ്ങൾ എന്നും സത്യമായി തന്നെ നിലനിൽക്കും. കാരണം ഈ ഭാഗവത ഗ്രന്ഥത്തിൽ പ്രതിപാദിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സത്യം, പരം തന്നെയാണ്. ആ പരമമായ സത്യത്തെ തന്നെയാണ്, പരബ്രഹ്മ സ്വരൂപത്തെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഋഷയ ഊജുഹു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. അധീതാനി ധർമ്മശാസ്ത്രാണി യാനി ഉത. ഇങ്ങനെ ആഖ്യാതാനി അധീതാനി എന്ന് പറഞ്ഞാൽ പഠിക്കപ്പെട്ടു, തനിയെ അത് പഠിച്ചെടുത്തു. എന്നിട്ടോ ധർമ്മശാസ്ത്രാണി യാനി ഉത. ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം തന്നെയും യാതൊരു ധർമ്മശാസ്ത്രമാണോ ആ സൂതൻ പഠിച്ചത്, ഗ്രഹിച്ചത്, അതൊക്കെ അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തു. യാനി എന്നാൽ യാതൊരു എന്നർത്ഥം.
അപ്പോൾ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചാനഘ, ച അനഘ ആണ് പദം പിരിക്കണ്ട. ചാനഘ എന്ന് പറയുമ്പോൾ അകാരം ശ്രദ്ധിച്ചാൽ മതിയാവും. അടുത്ത വരിയിൽ ആഖ്യാതാന്യപ്യധീതാനി, ആഖ്യാതാനി അപിയാണ്, അതുകൊണ്ട് ന്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക. അതുപോലെ അപി അധീതാനി, പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ അടുത്തത് യാന്യുത, യാനി ഉത പദം ഇരിക്കണ്ട, ഉകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദു. യാനി വേദവിദാം ശ്രേഷ്ഠോ, യാനി എന്ന് പറഞ്ഞാൽ യാതൊരാള്, വേദവിദാം, വിദാം എന്ന് പറഞ്ഞാൽ അറിവുള്ളവരിൽ വെച്ച്, വേദവിദാം എന്ന് പറയുമ്പോൾ വേദങ്ങളെക്കുറിച്ച്, വേദ എന്നാൽ അറിഞ്ഞോ, ആരാണോ ഈ അറിഞ്ഞത്, ഇത് ഭഗവാൻ ബാദരായണ, ഭഗവാൻ ബാദരായണ എന്ന് പറഞ്ഞാൽ വ്യാസൻ, വ്യാസഭഗവാൻ. അപ്പോൾ ഭഗവാൻ ബാദരായണ വ്യാസഭഗവാന് അന്യേച്ച മുനയസൂത, അന്യേച്ച മറ്റുള്ള മുനികളും, വ്യാസഭഗവാനും മറ്റുള്ള മുനികളും, സൂത അല്ലയോ സൂത, പരാവരവിദോ വിദോ, പരാപരവിദ എന്ന് പറഞ്ഞാൽ പരത്തെയും അപരത്തെയും അറിയുന്ന, വിദു എന്ന് പറഞ്ഞാൽ അറിയുന്ന, അറിവുള്ള ആള്, അറിഞ്ഞിരിക്കുന്നത് ആരാണോ ആ ആള്. അപ്പോൾ വിദ്വാൻമാരുടെ സംഘത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള വ്യാസഭഗവാനും, അതേപോലെ തന്നെ പരത്തെയും അപരത്തെയും അറിയെന്ന് പറഞ്ഞാൽ സഗുണമായിട്ടുള്ളതിനെ സഗുണവും നിർഗുണവുമായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടുള്ള മറ്റു മുനിമാരും ഏതെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ അതിൻ്റെ തുടർച്ചയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദോ. ഇവിടെ ബാദരായണ, മുനയ, വിദോ മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെയുള്ളത് എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി 8ാമത്തെ ശ്ലോകം ഇതിൻ്റെ തുടർച്ചയാണ്. നമുക്കതിലേക്ക് പോകാം. വേദ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയുഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. വേദ ത്വം സൗമ്യ, സൗമ്യ അല്ലയോ സൗമ്യനായിട്ടുള്ള സൂത, ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള സൂത. എപ്പോഴാണ് നമ്മൾ ശാന്തമാകുന്നത്? നമ്മുടെ ഉള്ള് ശാന്തമാകുമ്പോൾ ബാഹ്യമായ നമ്മുടെ ഭാവവും കാഴ്ചപ്പാടുകളും ശാന്തമായി മാറും. ഉള്ള് ശാന്തമാകണമെങ്കിൽ പരമമായ സത്യത്തെ അറിയണം. ഈ ബാഹ്യമായി ചലിപ്പിക്കുന്നവയെല്ലാം തന്നെയും അനിത്യമാണ് എന്നറിയണം. ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ അനിത്യം അസുഖം ലോകം, ഈ ലോകം അനിത്യമാണെന്നറിയണം. അസുഖമാണ്, സുഖം തരുന്നതല്ല എന്നറിയണം. സുഖം തരുന്നതെന്ന് തോന്നിപ്പിക്കുന്നത് ദുഃഖത്തെ തരുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നറിയണം. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായ ഒന്നിലും തന്നെയും മനസ്സ് വല്ലാതെ ഭ്രമിക്കുകയില്ല. അങ്ങനെ വന്നാൽ ഉള്ളം ശാന്തമാകും. ഉള്ളം ശാന്തമായി കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതുമൊക്കെ അതിനും ഒരു ശാന്തഭാവത്തെ അത് കൈവരിക്കും.
നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ രോഷാകുലമാകുന്നത്, നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ബാഹ്യമായ പെരുമാറ്റത്തിലോ വാക്കിലോ നോക്കിലോ ഒക്കെ അതിൻ്റെ പ്രതിഫലനം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഉള്ളിൽ എന്താണോ ഉള്ളത് അതേ പുറത്തേക്ക് വരും. ഇവിടെ ഈ സൂതൻ്റെ ഉള്ള് ശാന്തമായിരിക്കുന്നു, അലകളെല്ലാം അടങ്ങിയിരിക്കുന്നു. ബാഹ്യമായ ഈ ഭൗതിക വിഷയങ്ങൾക്കൊന്നും ഇപ്പോൾ ഉള്ളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയില്ല, അത്രമാത്രം അലകൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടും ആ ശാന്തത സൂതനിൽ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇവിടെ വിളിച്ചത് തന്നെ, ആ സംബോധന തന്നെ അല്ലയോ ശാന്തസ്വഭാവ എന്നാണ്. വേദ ത്വം, ത്വം എന്നാൽ അങ്ങ്, വേദ അറിയുന്നു, തത് സർവം തത്വതസ്തദനുഗ്രഹാത്, തത് സർവം അതൊക്കെയും, തത്വതസ്തദനുഗ്രഹാത്, തത്വതഃ തദനുഗ്രഹാത്, അവരുടെ അനുഗ്രഹം തത് അനുഗ്രഹാത്, അവരുടെയൊക്കെ അനുഗ്രഹം ഹേതുവായിട്ട്, തത്വത തെറ്റുകൂടാതെ, അങ്ങ് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ, ബ്രൂയു എന്ന് പറഞ്ഞാൽ പറയും, സ്നിഗ്ധസ്യ വളരെ വാത്സല്യമുള്ള, ശിഷ്യസ്യ ശിഷ്യന്, ഗുരവോ ഗുഹ്യമപ്യുത, ഗുരവോ ഗുരവഃ ഗുരുക്കന്മാര്, ഗുഹ്യമപ്യുത ഗുഹ്യം അപി ഉത ആണ്. ഗുഹ്യം അപി വളരെ ഗുഹ്യമായിട്ടുള്ളതാണെങ്കിലും ഗോപ്യമായ ഭാവത്തിലുള്ളതാണെങ്കിലും മറ്റുള്ളവർക്ക് അത്ര എളുപ്പം ഗ്രഹിക്കുവാൻ കഴിയാത്തതാണെങ്കിൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഗുരുക്കന്മാരത് പറഞ്ഞു കൊടുക്കുമെന്നുള്ളത് ഉത എന്ന് പറഞ്ഞാൽ നിശ്ചയമാണ്. അപ്പോൾ അല്ലയോ ശാന്ത സ്വഭാവ, അങ്ങീ അറിഞ്ഞു അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതുമായിട്ടുള്ള ഈ അറിവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിമിത്തമായിട്ട് അങ്ങേക്ക് കൂടാതെ നന്നായി ഇന്നും ഓർക്കുവാനും അറിയുവാനും പറയുവാനും കഴിയുന്നു. ഗുരുക്കന്മാർ സാധാരണ തങ്ങൾക്ക് ഏറ്റവും വാത്സല്യമുള്ള പ്രിയപ്പെട്ട ശിഷ്യരോട് എല്ലാവർക്കും പൊതുവായി പറഞ്ഞു കൊടുക്കാത്തതായിട്ടുള്ള പല അറിവുകളും ഉണ്ടാവും. അതൊക്കെ തൻ്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു കൊടുക്കും എന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആചാര്യന്മാരുടെയൊക്കെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം അങ്ങയിലുള്ളത് കൊണ്ട് അവരുടെ ആ ഒരു ഉപദേശപ്രകാരം അങ്ങ് അറിഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങയുടെ ശിഷ്യന്മാര് ഇന്ന് അവർ ആചാര്യസ്ഥാനത്തിരിക്കുന്നുണ്ടാവും. അവര് സാധാരണ ജനങ്ങളോട് ചിലപ്പോൾ എല്ലാം പറയില്ല. അവർക്ക് അവരുടെ ജീവിതത്തെ സന്തോഷകരമാക്കാൻ വേണ്ടുന്ന തത്വങ്ങൾ മാത്രമാവും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങൾ പലതും അങ്ങയുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നത് കൂടി ഞങ്ങൾക്ക് തീർച്ചയായും പറഞ്ഞു തരണമേ. ഉറപ്പാണ് അങ്ങേക്ക് അത് അങ്ങയുടെ ഗുരുക്കന്മാർ അങ്ങനെയുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അതുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അപ്പോൾ നോക്കൂ, ഇവിടെ ആ സൂതനെക്കുറിച്ച് ശൗനകാദി മഹർഷികൾക്ക് വ്യക്തമായിട്ടറിയാം. ഈ സൂതൻ ഏറെ ജ്ഞാനിയാണ്. ഒരു പക്ഷെ ഇവരുടെയൊക്കെ നിലവാരത്തിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ആ സൂതൻ്റെ സ്ഥാനം ശൗനകാദി മഹർഷിമാർ കൽപ്പിക്കുന്നത്. അതായത് അത് നമുക്ക് കാണിച്ചു തരികയാണ്. ഈ കഥ പറയാൻ പോകുന്ന സൂതൻ നല്ല ആത്മജ്ഞാനിയാണ് എന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വേദ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത്, ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തത്വതസ്തദനുഗ്രഹാത്, തത് അനുഗ്രഹാതാണ് ദായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ ബ്രൂയു, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് ഗുഹ്യമപ്യുത, ഗുഹ്യം അപി ഉത ആണ്. മായുടെ ആകാരം
ഒക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.